റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മഴ നനഞ്ഞ രോഗികൾ. അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികൾക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ 200 മീറ്റർ മഴ നനഞ്ഞ് നടന്ന് സി ബ്ലോക്കിലെത്തണം. ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കുകളിൽ നിന്നും റേഡിയോളജി ബ്ലോക്കിലേക്ക് പ്രത്യേക വഴിയൊരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. മഴ നനഞ്ഞുകൊണ്ടുള്ള രോഗികളുടെ ഈ ദുരിതയാത്ര ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. പക്ഷെ ഒരു പരിഹാരവുമില്ല. ആശുപത്രിയുടെ പ്രധാന ബ്ലോക്കുകളിൽ നിന്ന് റേഡിയോളജി ബ്ലോക്കിലേക്ക് പ്രത്യേക വഴിയൊരുക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഒരു രോഗിക്ക് എക്സ്റേ എടുക്കണമെങ്കിൽ 200 മീറ്റർ ചുറ്റി സി ബ്ലോക്കിലേക്ക് എത്തണം. അതും മഴയും വെയിലുമേറ്റ്. എങ്ങോട്ടാ കൊണ്ടുവന്നത്? എക്സ്റേ മഴയത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ കൊണ്ടുപോകണത് ഒരു സുഖമാണ്. അതെന്നിട്ട് ഇത്രയും ഒരു സൗകര്യം ഇല്ലാതെ എന്ത് പറ്റിയതാണ്? കാലിന്റെ എന്നിട്ടാണ് ഈ രീതിയിൽ കൊണ്ടുപോകുന്നത്. ഇത്ര ലോങ് ഒക്കെ ഭയങ്കര സീനായി ബുദ്ധിമുട്ടല്ലേ കൊണ്ടുപോകണവർക്ക്. ഗുരുതര പരിക്കേറ്റ് അത്യാഹിത വിഭാഗത്തിലെത്തുന്നവർക്കും ഈ ദുരിതയാത്ര തന്നെ ശരണം. ഒപിയിലും വാർഡിലുമുള്ള രോഗികളുടെയും അവസ്ഥ സമാനം തന്നെ. മഴയുള്ള സമയത്ത് ഒരു ആക്സിഡന്റ് ആയിട്ടൊരു പേഷ്യന്റ് വന്നതാണ്. എക്സ്റേ എടുക്കണം. അവിടെ മുകളിൽ എക്സ്റേക്ക് സൗകര്യങ്ങളുണ്ട്, സീറ്റ് എടുക്കാൻ അവിടെ സൗകര്യമുണ്ട്. പക്ഷെ എന്താണ്, ഡിജിറ്റൽ എക്സ്റേ ഉള്ളത് പഴയ ബ്ലോക്കിലാണ്. ഹോസ്പിറ്റൽ ബിൽഡിങ്ങിന്റെ ഉള്ളിൽ കൂടെ പോകാൻ കഴിയില്ല. പുറത്തിറങ്ങി മഴ കൊണ്ടിട്ട് വേണം പോവാൻ. പ്രശ്നപരിഹാരത്തിനായി പല പ്രപ്പോസലുകളും വാഗ്ദാനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടപ്പായില്ലെന്ന് മാത്രം. ആ രോഗി അനുഭവിക്കുന്ന ദുരിതവും വേദനയും കൺതുറന്ന് കാണാൻ അധികൃതർ തയ്യാറാവണം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണി തുമ്പൂരിനൊപ്പം റിപ്പോർട്ടർ അസ്കർ അലി കരിമ്പ, റിപ്പോർട്ടർ മലപ്പുറം.